Hi dears, welcome back to our mathematics class. We are discussing with our 6th unit, adding without adding. We have discussed many activities related to this unit. Today we are going to take another activity. Let us do the activity. Activity circus എന്നാണ് ആക്ടിവിറ്റി നെയിം. Manu and friends went to the circus. They bought 13 first class tickets, each of 25 rupees. How much did they spend? അതായത് മനുവും അവൻ്റെ ഫ്രണ്ട്സും കൂടി സർക്കസ് കാണാൻ വേണ്ടി പോയി. അവൻ എന്ത് ചെയ്തു? 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് ആണ് വാങ്ങിച്ചത്. ഒരു ടിക്കറ്റിന് 25 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് അവരെത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കൂ, കോസ്റ്റ് ഓഫ് 1 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് ഈക്വൽസ് 25. ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 25 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് 13 ടിക്കറ്റ്സ് ഈക്വൽ ടു 25 ഇൻറ്റു 13. ഒരു ടിക്കറ്റിന് 25 രൂപയാണെങ്കിൽ 13 ടിക്കറ്റിന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 25നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കൂ, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 25നെ 13ലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 25നെ 13ലെ ടെൻസിൻ്റെ പ്ലേസിലുള്ള 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ഇൻറ്റു 3. 5 ഇൻറ്റു 3 എത്രയാണ്? 15 ആണ് അല്ലേ? 15ൽ 1 ബാലൻസ്. ദെൻ 2 ഇൻറ്റു 3 6. 6 പ്ലസ് 1 7. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 13ലെ ടെൻസിൻ്റെ പ്ലേസിലുള്ള 1നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 25ൽ 5 ഇൻറ്റു 1. 5 ഇൻറ്റു 1 5. അത് എവിടെ എഴുതേണ്ടത്? ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസറിൻ്റെ ടെൻസിൻ്റെ പ്ലേസിൻ്റെ അവിടെ നിന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ 2 ഇൻറ്റു 1 2. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അഡിഷനാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 5 7 പ്ലസ് 5 12. ബാലൻസ് 1 1 പ്ലസ് 2 3. അപ്പോൾ 325 ആണ് 13 ടിക്കറ്റ്സിന് ആയിട്ടുള്ള കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 120 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് were sold. Of these 21 were children's tickets. How much did they get from children's tickets? മൊത്തം 120 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ വിറ്റു. അതിൽ 21 എന്ന് പറയുന്നത് കുട്ടികളുടെ ടിക്കറ്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ടിക്കറ്റ് വിറ്റിട്ട് അവർക്ക് എത്ര രൂപയാണ് കിട്ടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഓരോ ടിക്കറ്റ്സും അതിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ചെയർ അഡൽറ്റിന് 45 റുപ്പീസ്, ചിൽഡ്രൻസിന് 25 റുപ്പീസ്, ബിലോ 10 ഇയേഴ്സ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഗാലറിയിൽ ബെഞ്ചാണെങ്കിൽ എന്താണ്? അഡൽറ്റിന് വലിയ ആൾക്കാർക്ക് 30 റുപ്പീസും 30 രൂപയും, ചിൽഡ്രൻസിന് 15 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ചിൽഡ്രൻസിൻ്റെ ടിക്കറ്റിന് എത്രയാണ്? 25 റുപ്പീസാണ് അല്ലേ? അങ്ങനെ 21 ചിൽഡ്രൻസ് ടിക്കറ്റാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളുടെ ഇനത്തിൽ എത്ര കിട്ടിയെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 25 റുപ്പീസാണ് ചിൽഡ്രൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്. അതിൽ എത്രണ്ണാണ് വിറ്റിട്ടുള്ളത്? 21. ഓക്കെ, അപ്പോൾ 25നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1 5, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 5 10 ആണ്. 10ൽ 0 ഇവിടെയാണ് എഴുതേണ്ടത്. ഈ ഒരു പ്ലേസ് ഇവിടെ വെറുതെ ഒഴിച്ചു വിടണം. ഓക്കെ, ദെൻ 2 ഇൻറ്റു 2 4 4 പ്ലസ് 1. ഈ 5 ഇൻറ്റു 2ലെ ബാലൻസ് ഒന്നുണ്ട്.
അപ്പോൾ 5. സോ 21 ഫസ്റ്റ് ക്ലാസ് ചിൽഡ്രൻസ് ടിക്കറ്റിന് എത്രയാ പൈസ കിട്ടിയിട്ടുള്ളത്? യെസ്, 525 rupees. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഫ്രം അഡൽട്ട്സ് ടിക്കറ്റ്? അഡൽട്ട്സിന്, അതായത് മുതിർന്ന വലിയവരുടെ ടിക്കറ്റിൽ നിന്ന് അവർക്ക് എത്രയാണ് പൈസ കിട്ടിയത് എന്നാണ്. അപ്പോൾ അഡൽട്ടിൻ്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് 45 ആണ്. അപ്പോൾ ഇനി നമുക്ക് എത്ര പേര് ആണ് ഉണ്ടായതെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആകെ 120 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 21 എണ്ണം കുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ 120-ൽ 21 കുട്ടികളാണെങ്കിൽ ബാക്കിയുള്ളതായിരിക്കും അഡൽറ്റിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 120-ൽ നിന്ന് 21 ഫസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് നമ്പർ ഓഫ് അഡൽറ്റ് ടിക്കറ്റ്സ്, എത്രയാണ് അഡൽട്ട്സ് ടിക്കറ്റ്സിൻ്റെ എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ 120-ൽ നിന്ന് 21 സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് 0 - 1 ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു, 10 ആയിട്ട് മാറുന്നു. 10 - 1 9 ആണ്. ദെൻ ഇവിടെ 1 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 1-ൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 11. ഓക്കെ. 11-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ 2 സബ്സ്ട്രാക്ട് ചെയ്യാം. ദസ് ഓൾസോ 9. ഓക്കെ. അപ്പോൾ എത്രയാണ് അഡൽട്ട്സിൻ്റെ നമ്പർ ഓഫ് ടിക്കറ്റ്സ്? എത്രയാണ്? 99 ആണ് അഡൽട്ട്സിൻ്റെ ടിക്കറ്റിൻ്റെ എണ്ണം. 120-ൽ 99 അഡൽട്ട്സ് ടിക്കറ്റും 21 ചിൽഡ്രൻ ടിക്കറ്റുമാണ് ഉള്ളത്. ഓക്കെ. ആണെങ്കിൽ അഡൽട്ട്സിൻ്റെ ടിക്കറ്റ് ഇപ്പം നമുക്ക് എത്രയാണ് അഡൽട്ട്സിൻ്റെ ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് കിട്ടി. ഇനി ഒരു ടിക്കറ്റിന് 45 rupees വെച്ചിട്ട് 99 ടിക്കറ്റ്സിന് 45 rupees വെച്ചിട്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. നോക്കൂ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ്, കോസ്റ്റ് ഓഫ് 1 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഫോർ അഡൽട്ട് ഈക്വൽ ടു 45 rupees. ഫസ്റ്റ് ക്ലാസ്സിൽ മുതിർന്നവരുടെ ഒരു ടിക്കറ്റിൻ്റെ വില 45. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫ്രം അഡൽട്ട്സ് ടിക്കറ്റ്, അങ്ങനെയാണെങ്കിൽ അഡൽട്ട്സിൻ്റെ ടിക്കറ്റിന് എത്ര പൈസ ടോട്ടൽ കിട്ടിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം 99 അഡൽറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് 45. അങ്ങനെയാണെങ്കിൽ 99 ആൾക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ 99 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് 9 × 5 45, 5 4 ബാലൻസ്. 9 × 5 45 plus 4 49. Then 4 × 9 36, 3 balance. Then 9 × 4 36 plus 3 39. ഇനി ആഡ് ചെയ്യാൻ വേണ്ടത് 5 9 plus 6 15, 1 balance. 9 plus 5 15, 1 balance. 1 plus 3 4. അപ്പോൾ 4555 rupees ആണ് അഡൽട്ട്സിൻ്റെ കയ്യിൽ നിന്നും ടിക്കറ്റിന് അവർക്ക് ആകെ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിൻ്റെ ആൻസർ എഴുതേണ്ടത് ഫസ്റ്റ് ഈ സ്റ്റെപ്പ്, ദെൻ സെക്കൻഡ് ഈ സ്റ്റെപ്പ്, ദെൻ തേർഡ് ഈ സ്റ്റെപ്പ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 132 gallery tickets were sold. Of these 50 were children's ticket. How much in all from gallery tickets? അപ്പോൾ ഗാലറി ടിക്കറ്റ്സിന് അഡൽട്ടിന് 330 രൂപയും ചിൽഡ്രൻസിന് 15 rupees ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിൽ മൊത്തം 132 ഗാലറി ടിക്കറ്റ്സ് ആണ് വിറ്റഴിച്ചത്. അതിൽ 50 എണ്ണം കുട്ടികളുടെ ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും? അഡൽറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മളോട് അഡൽറ്റിൻ്റെ ഇനത്തിലുള്ളതും ചിൽഡ്രൻ ഇനത്തിലും എത്ര കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ചിൽഡ്രൻ്റെ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ്, കോസ്റ്റ് ഓഫ് 1 gallery ടിക്കറ്റ് ഫോർ ചിൽഡ്രൻ. ചിൽഡ്രൻസിൻ്റെ ഒരു ഗാലറി ടിക്കറ്റിന് 15 രൂപ.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫോർ 50 ടിക്കറ്റ്സ്, 50 ടിക്കറ്റിന് എത്ര രൂപയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 50 ഇൻറ്റു 15. ഓക്കെ, ഇത് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്, ഇത് ഒരു ടിക്കറ്റിൻ്റെ പ്രൈസാണ്. അങ്ങനെയാണെങ്കിൽ 50 ടിക്കറ്റിന് കണ്ടുപിടിക്കാൻ 50നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു 5 എത്രയാണ്? 0. ഏത് സംഖ്യനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 ആണ് ആൻസർ. ദെൻ 5 ഇൻറ്റു 5 25. നെക്സ്റ്റ് അത് കഴിഞ്ഞു. ഇനി 1 ഇൻറ്റു 0 0. ദെൻ 1 ഇൻറ്റു 5 5. ഇനി ആഡ് ചെയ്യുക. 5 2 + 5 7. സോ ഗാലറി ടിക്കറ്റിൽ 50 കുട്ടികളുടെ ഇനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് 750 റുപ്പീസാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് കുട്ടികളുടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളോട് ഹൗ മച്ച് ഇൻ ഓൾ ഫ്രം ഗാലറി ടിക്കറ്റ്, കുട്ടികളുടെയും അഡൽറ്റിൻ്റെയും മൊത്തം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമ്മൾ അഡൽറ്റിനെയും കൂടി കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയ കുട്ടികളിലും അഡൽറ്റും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ അഡൽറ്റിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് 1 ഗാലറി ടിക്കറ്റ് ഫോർ അഡൽറ്റ് ഈക്വൽ ടു 30 റുപ്പീസ്. അഡൽറ്റിൻ്റെ ഒരു ടിക്കറ്റിന് എത്രയാണ്? ഗാലറി ടിക്കറ്റിന് 30 രൂപയാണ്. അത് നമുക്കിവിടെ ഈ ഒരു ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഇനി നമുക്ക് എത്ര അഡൽറ്റുകൾ ഉണ്ടായിരുന്നു എന്നറിയില്ല അല്ലേ? അത് നമുക്കിവിടെ തന്നിട്ടില്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 132-ൽ 50 കുട്ടികളാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 132-ൽ 50 കുട്ടികളാണെങ്കിൽ ബാക്കിയുള്ളതായിരിക്കുമല്ലോ അഡൽറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 132-ൽ നിന്ന് 50 സബ്സ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 - 0 2 തന്നെ. ദെൻ 3 - 5 ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 13 - 5 8 അല്ലേ? അപ്പോൾ 82 അഡൽട്ട്സിൻ്റെ ടിക്കറ്റ്സാണ് വിറ്റിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫ്രം അഡൽട്ട് ഗാലറി ടിക്കറ്റ്, അഡൽട്ട്സിൻ്റെ ഗാലറി ടിക്കറ്റിൽ നിന്ന് അവർക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവും? മൊത്തം 82 അഡൽറ്റിൻ്റെ ടിക്കറ്റാണ് ഉണ്ടായത്. അതിൽ ഒന്നിന് 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 82 എണ്ണത്തിന് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 82നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് 2 ഇൻറ്റു 0 0, 8 ഇൻറ്റു 0 0, ദെൻ 3 ഇൻറ്റു 2 6, 8 ഇൻറ്റു 3 24, 0 6 4 2, 2460 റുപ്പീസാണ് അഡൽട്ട്സിൻ്റെ ഗാലറി ടിക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഇൻ ഓൾ ഫ്രം ഗാലറി ടിക്കറ്റ്, ഗാലറി ടിക്കറ്റിൽ നിന്ന് മൊത്തം, അതായത് കുട്ടികളുടെയും അഡൽറ്റിൻ്റെയും മൊത്തം എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് ചിൽഡ്രൻസിൻ്റെ 750 ആണെന്ന് കിട്ടി, അഡൽറ്റിൻ്റെ 2460 ആണെന്ന് കിട്ടി. ടോട്ടൽ കോസ്റ്റ് ഫ്രം ചിൽഡ്രൻസ് ടിക്കറ്റ് 750, ടോട്ടൽ കോസ്റ്റ് ഫ്രം അഡൽട്ട് ടിക്കറ്റ് 2460. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഫ്രം ഓൾ, രണ്ടിൽ നിന്നും ആകെ എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, 11 1 ബാലൻസ്, ദെൻ 5 + 7 12 1 ബാലൻസ്, 2 + 1 3. അപ്പോൾ ഗാലറി ടിക്കറ്റ് ഇനത്തിൽ അവർക്ക് മൊത്തം കിട്ടിയിട്ടുണ്ടാവുക 3210 റുപ്പീസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ ദാറ്റ് ഡേ? ഈ ഒരു ദിവസം, ഈ സർക്കസ് നടന്ന ഈ ഒരു ദിവസം അവർക്ക് ടോട്ടൽ എത്രയാണ് പൈസ കിട്ടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഫസ്റ്റ് ക്ലാസ് ഇനത്തിലായിട്ടും അതുപോലെ ഗാലറി ടിക്കറ്റ്സിലും. ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത്
ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിലെ ചിൽഡ്രൻസിൻ്റെ 325 പ്ലസ് അഡൽറ്റിൻ്റെ 4555 പ്ലസ് ഗാലറി ടിക്കറ്റിൽ ടോട്ടൽ 3210. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അഡൽറ്റിൻ്റെ പ്ലസ് നിങ്ങളിവിടെ എഴുതുക കേട്ടോ, ഫസ്റ്റ് ക്ലാസ് അഡൽറ്റ് എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ക്ലാസ് ചിൽഡ്രൻ 325 പ്ലസ് എന്ത് ടോട്ടൽ ഫ്രം ഗാലറി ടിക്കറ്റിന് എത്രയാ 3210. ആഡ് ചെയ്ത് നോക്കാം. 5 + 5 + 0, അപ്പോൾ 5 + 5 10 ആണ്. 1 ബാലൻസ് 6. 1 + 5 6 + 2 8. 8 + 1 9. 5 + 3 8. 8 + 2 10. 1 ബാലൻസ്. ദെൻ 1 + 4 5. 5 + 3 8. ഓക്കെ, അപ്പോൾ 8090 റുപ്പീസാണ് അവർക്ക് ആ ഒരു ദിവസം കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ക്വിക്ക് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരല്ലേ. ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ ആൻസർ ഞാൻ പറഞ്ഞു തരാം, അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് മിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ വരുന്ന പ്രോബ്ലംസ് ആണ് എടുത്തത്. ആക്ടിവിറ്റിയിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.